മാതൃഭൂമി തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച അന്താരാഷ്ട്ര അക്ഷരോത്സവത്തിൽ ടീം ട്രിവാൻഡ്രം എന്ന സെഷൻ നയിച്ച് 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ. തലസ്ഥാന നഗരത്തിന്റെ സിനിമാ കൂട്ടായ്മയെക്കുറിച്ചുള്ള സെഷൻ പൊട്ടിച്ചിരിയുടെ വേദിയായി മാറി. സംവിധായകൻ പ്രിയദർശൻ, നടൻ മണിയൻ പിള്ള രാജു, നിർമ്മാതാവ് ജി സുരേഷ് കുമാർ എന്നിവരാണ് സെഷനിൽ പങ്കെടുത്തത്. തലസ്ഥാന നഗരത്തിലെ സിനിമാ ബെൽറ്റായിരുന്നു പ്രധാന ചർച്ചാ വിഷയം. ഒരുപക്ഷെ നിങ്ങളുടെ ഈ തിരുവനന്തപുരം ബെൽറ്റ് എന്ന് തന്നെ പറയാം. ഞാൻ ഇനിയിപ്പോൾ വേറെ വല്ലതും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ആൾക്കാരൊക്കെ അങ്ങനെ പറയുന്നുണ്ട് നിങ്ങളെക്കുറിച്ച്. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ എന്ന് അറിയത്തില്ല ഇങ്ങനെ ഒരു ബെൽറ്റ് ഉണ്ടെന്ന്. ഇവിടെ ഒരു ബെൽറ്റ് ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ ബെൽറ്റ് എല്ലാം പാറ്റി പലരും എറണാകുളത്തുനിന്ന് ബെൽറ്റ് വാങ്ങിച്ച് കെട്ടാൻ തുടങ്ങി. പലരും തിരുവനന്തപുരം ബെൽറ്റ് ഇപ്പൊ കിട്ടുന്നില്ല. അല്ല, ഇപ്പൊ ബെൽറ്റ് മാറി ഇവിടെ ബക്കിളായി. ആണോ? ബക്കിളായി ഓരോരുത്തരായിട്ട് തൊഴിഞ്ഞു പോയി. അപ്പൊ ഞങ്ങള് ശരിക്കും അങ്ങനെ ഒരു ഗ്രൂപ്പ് ഇവിടെ ഉണ്ടായിരുന്നു. പ്രിയദർശനും ലാലേട്ടനും തമ്മിൽ കോളേജ് കാലഘട്ടത്തുണ്ടായ അടിയുടെ പിന്നിലെ കഥ പ്രിയദർശൻ തന്നെ തുറന്നു പറഞ്ഞു. അതൊക്കെ കോളേജ് സമയത്തുള്ള അടി നടന്നു. അത് ബസ്സിൽ പോകുന്ന ബസ്സിൽ കോളേജിലുള്ള ബസ് യാത്രക്കിടെ യൂണിവേഴ്സിറ്റി കോളേജും MG കോളേജും തമ്മിലുള്ള തകരാറുകൾ, അതൊക്കെ അതിൽ കക്ഷി രാഷ്ട്രീയം വല്ലതും ഉണ്ടായിരുന്നു? അതോ ഗുണ്ടായിസായിരുന്നു? ഒന്നുമില്ല. ഇല്ല. ചില പെൺകുട്ടികൾ ഇടയ്ക്കുണ്ടായിരുന്നു. അവരുടെ കാര്യം പറഞ്ഞായിരുന്നു അടിയല്ല. അതാണ് പ്രിയം പറഞ്ഞ ഇവിടെ സൈക്കിൾ ചവിട്ടി ഇവിടെ മുഴുവൻ നടന്നിട്ടുണ്ടെന്ന്. ഈ ഇടവഴി മൊത്തം എല്ലാം മുടുക്ക് വഴി പോകും. സൈക്കിൾ ആരെങ്കിലും ഉണ്ടോന്നും നോക്കി. സിനിമാ മേഖലയിൽ നിലനിന്നിരുന്ന സെറ്റിലെ ഭക്ഷണത്തിലെ വേർതിരിവിനെ എങ്ങനെയാണ് അവസാനിപ്പിച്ചതെന്ന് മണിയൻപിള്ള രാജു വ്യക്തമാക്കി. ആദ്യ സിനിമ വന്ന കാലത്ത് ഫുഡിനൊരു ഡിസ്ക്രിമിനേഷൻ ഉണ്ടായിരുന്നു. ബീഫ് അല്ലാത്തവർക്ക് തൈര് സാദം, പുളിയോദര, അങ്ങനെ. പക്ഷെ ഞാൻ പടമെടുത്ത് തുടങ്ങിയ കാലം തൊട്ട് ഹീറോ 11 മണിക്ക് ഒരു ഓറഞ്ച് ജ്യൂസ് കുടിക്കുമെങ്കിൽ യൂണിറ്റ് ബോയ് ജ്യൂസ് വരെ കഴിച്ചിരിക്കും. അങ്ങനെ ഒരു സെറ്റ് പാടില്ല. കിട്ടുന്ന പൈസകൾക്ക് വ്യത്യാസം ഉണ്ടായിരിക്കും, അവനവൻ്റെ ജോലിക്കും സ്റ്റാർ പോലും. പക്ഷെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ സെറ്റിൽ ഡിസ്ക്രിമിനേഷൻ. പൈസ ഇത്തിരി കുറഞ്ഞാലും ഭക്ഷണം ഇത്തിരി കൂട്ടും. അതായിരുന്നു അദ്ദേഹത്തിന്റെ മുദ്രാവാക്യം. കൂട്ടുകാർക്കായി അടിയുണ്ടാക്കാൻ ഇറങ്ങിയിരുന്ന തന്റെ പഴയകാലം സുരേഷ് കുമാർ ഓർത്തെടുത്തു. തല്ലുണ്ടാക്കാൻ പോകുന്ന ഈ നമ്മൾ ഫിസിക്കലായിട്ട് തല്ലാൻ പോയിട്ടുണ്ട്. അത് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ ഇറങ്ങി തല്ലിയിട്ടുണ്ട്. അതൊക്കെ പണ്ട് മുതലേ ഉള്ളൊരു സ്വഭാവമാണ്. പക്ഷേ ഇപ്പോഴും അതിന് കുഴപ്പമൊന്നുമില്ല. വേണ്ടി വന്നാൽ ഒന്ന് തല്ലണമെന്നുണ്ടെങ്കിൽ ഇറങ്ങി തല്ലു, അത്രേ ഉള്ളൂ. ഇപ്പോഴത്തെ കായബലം എങ്ങനെ? ശാരീരിക ബലം വയസ്സാവും തോറും കുറഞ്ഞു വരികയാണ്. ഇതിന് സൂക്ഷിച്ചാൽ കൊള്ളാം. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.